അയ്യോ, എന്താണ്? എനിക്ക് മനസ്സില്ല. ഷുഗറും കൊളസ്ട്രോളും പ്രഷറും എല്ലാം ഉണ്ട്. അതുകൊണ്ട് പറഞ്ഞത് അതങ്ങ് കഴിച്ചാൽ മതി. മനസ്സിലായില്ലേ എനിക്ക് പറയുന്നൊന്നും? നിങ്ങൾക്കറിയോ, ഈ പറഞ്ഞ അസുഖമൊന്നും എനിക്കില്ല. ഇതെല്ലാം വരുന്നതല്ല അവളെ എനിക്ക് ഒന്നും തരാത്തത്. എനിക്കാണെങ്കിൽ പ്രായമായില്ലേ, എന്ത് കഴിച്ചാലും വായിക്കോലേ സൂര്യ. പിന്നീട് ഈ ഉപ്പില്ലാത്ത നല്ല ചോറ് ഈ രണ്ടുപേർക്ക് ഞാൻ ഇങ്ങനെ കഴിക്കാനാ? എന്താ ടീച്ചറെ ഇത്ര വിഷാദം? ഒരു കുഴപ്പമില്ല. എനിക്ക് വിശന്നിട്ട് വയ്യ. എന്റെ സങ്കടം ഞാൻ ആരോട് പറയാൻ? ഇത്ര നേരമായിട്ട് ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ടീച്ചറുടെ മോളെങ്ങനെ ഒന്നില്ലെങ്കിലും നീ എനിക്ക് ദേശീയ ഞാൻ ഒന്നും പറയുന്നില്ല. ടീച്ചറോട് ടീച്ചറെ ആരെ പേടിക്കുന്നേ? ഒന്നില്ലെങ്കിൽ ആ രഹസ്യം വിളിച്ചു പറഞ്ഞോളേ. ആ ശരി. അല്ല, കഴിഞ്ഞ ആഴ്ച ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞേ. ഡോക്ടറെ കണ്ടായിരുന്ന? കണ്ടു. രക്തം പരിശോധിച്ചാ? ഒരു കുഴപ്പമില്ല. പിന്നെ ഈ പ്രഷറും ഷുഗറൊക്കെ വരുന്ന മോളെ എനിക്കൊന്നും തരാത്തത്. അല്ലാതെ നീ വിചാരിക്കുമ്പോൾ എനിക്കറിയാം ടീച്ചറുടെ ഒരു മോള്. അല്ല, അവളുടെ ഞാൻ ഒരു കാര്യം പറഞ്ഞ ടീച്ചർ കേൾക്കോ? കേൾക്കോന്ന്? പറയേ. അതെ, അവളെ ഭർത്താവ് വരുമ്പോ അവളെ കേൾപ്പിക്കാണ്ട് പറഞ്ഞേക്കേ. ഇത് സൗകര്യം കിട്ടട്ടെ, ഒന്നും കൊടുക്കൂല. അല്ല, എന്താ ഇത്ര ആലോചിക്കാതെ? കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തു പോവാ. നിനക്ക് ഓർമ്മയുണ്ടോ, നമ്മൾ ഈ സംഘടനയിൽ പ്രവർത്തിക്കുമ്പോൾ എന്തുമാത്രം പാവങ്ങളെ സഹായിച്ചിട്ടുള്ളത്? ഉണ്ണാനും ഉടുക്കാനും അങ്ങനെ എന്തെല്ലാം. ഇപ്പോൾ ഒന്നിനും വയ്യ. വയ്യാത്തത് നിനക്കല്ല, എന്റെ മനസ്സിനാ. ഒന്നില്ലെങ്കിലും ടീച്ചറെ നിനക്ക് പെൻഷൻ കിട്ടുന്നതല്ലേ, മറ്റുള്ളവരെ ആശ്രയിക്കൊന്നും വേണ്ടല്ലോ. നീ എന്താ ഈ പറയുന്നത്? എനിക്ക് കിട്ടുന്ന പെൻഷൻ മുഴുവൻ അവൾ വന്നുവയ്ക്കും. പിന്നെ എന്റെ ആവശ്യത്തിനോ മറ്റുള്ളവരെ സഹായിക്കാനോ പറ്റുമോ? നിനക്ക് എന്റെ അവസ്ഥ ഒന്നും അറിയില്ല. പരദൂഷണം കഴിഞ്ഞ നിങ്ങളെ നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? ഇങ്ങനെ വന്ന് പരദൂഷണം പറഞ്ഞ് നിൽക്കാണ്ട്. അല്ല, അമ്മയ്ക്ക് അവിടെ അടുക്കളയിൽ ഒരു പണിയില്ലാണ്ടാണ് അവിടെ വന്ന് നിന്ന് പരദൂഷണം പറയുന്നത്? എന്റെ വീടിനെ മോളെ, ഞാൻ നിന്റെ അമ്മോട് ഒന്നും പറഞ്ഞിട്ടില്ല. അല്ല, നിങ്ങൾ കേട്ടാ അവല്ലോ പറഞ്ഞില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് പറയാനുള്ളത് നിന്നോടാ. അതിന് നിന്റെ അമ്മ സമ്മതിക്കില്ല. അമ്മയുടെ സമ്മതം വേണം. അതുകൊണ്ടാണ് എന്റെ ടീച്ചറെ ഞാൻ പോകാം, പിന്നെ വരാം. അമ്മ അവിടെ തന്നെ അവിടെ നിൽക്ക്. അല്ല, എനിക്ക് അറിയാൻ ചോദിക്കുക, ഈ പേശിക്ക് ഇതിന് മാത്രം പറഞ്ഞു നടക്കാൻ എന്താ ഇവിടെ ഉള്ളത്? എങ്ങനെയാ ഇവിടെ നടന്നത് കൂടെ പാടിയൊന്നും നടക്കല്ലേ? ഞാനൊന്നും പറയാറില്ല മോളെ. ഞാനൊന്നും പറയാറില്ല മോളെ. എനിക്ക് ആ മോള് വിളി അവിടെ കേൾക്കുമ്പോഴാണ് ഞാനൊന്നും പറയാറില്ലാതെ. ബാക്കിയുള്ളവരെ നാണം കിട്ടാനായിട്ട് കുറെ ജന്മങ്ങൾ ഇവിടെ എഴുന്നള്ളിക്കൂടും. വേലയും കൂലിയും ഇല്ലാണ്ട്. വല്ലാത്ത എവിടെ ഇവർക്കൊക്കെ.
നിനക്കറിയാലോ എൻ്റെ ഇവിടുത്തെ അവസ്ഥ. ഇവിടെയുള്ളതിനെ ഇങ്ങനെയൊക്കെ നോക്കിയാലും പരാതി മാത്രമേ ഉള്ളൂ. എനിക്ക് മടുത്തു. വല്ലാത്തൊരു അവസ്ഥയുണ്ട്. അറിയാമോ നിനക്ക്? ബാക്കിയുള്ളവർ ചിരിക്കാൻ തന്നെ മറന്നുപോയി. ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വന്നോളൂ. എൻ്റെ ഒരു സമാധാനത്തിലെങ്കിലും ശരിയാണ്. നല്ല ഐഡിയ കണ്ടോടി. ഞാൻ ഡബിൾ ഓക്കെ. നിന്റെ കയ്യിൽ ബേക്കിംഗ് ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ അല്ലേ? നമുക്ക് പെട്ടെന്ന് പോകും. അവര് വരാൻ ഏറ്റിട്ടുണ്ട്. അല്ല അവര് വരാതെ എങ്ങനെയാ? അവര് വന്നാലല്ലേ എനിക്ക് എന്റെ ചേട്ടന് പോകാൻ പറ്റുള്ളൂ. ഞാൻ എന്തായാലും പോകും. അത് ഉറപ്പിച്ചിട്ടുള്ള കാര്യം. നിന്റെ അമ്മയുടെ കാര്യം നോക്കും. ഞാൻ നോക്കി
ഹലോ ഹലോ, ആരാണ്? ഞാനേ സ്വിഗ്ഗിന്ന. എനിക്ക് സുഖാണല്ലോ മോനെ. അതല്ല ഞാൻ സ്വിഗ്ഗിന്നാണെന്ന്. അത് മോനെ, എനിക്ക് സുഖം തന്നെയാ. മേഡം ജെഫിന്റെ അമ്മയാണോ? അതെയോ, ഞാൻ സിസിലിയ. മോനെ അറിയോ? അതെ, എനിക്കറിയാം. അതെ, പീന മേഡം ഉണ്ടോ മേഡം? ഇനി എന്താ ഇപ്പൊ അവളുടെ സുഖം അറിയണം? അല്ല, ഞാൻ സ്വിഗ്ഗിന്നാണ്. അതെ, ഞാൻ പറഞ്ഞേ അവൾക്ക് സുഖം തന്നെ മോനെ. ഇനി വേണമെങ്കിലേ നീ തന്നെ പറയേ, ഞാൻ അവളെ വിളിക്കാം. മോളെ, ആരോ നിനക്ക് സുഖാന്ന് ചോദിക്കുക. ഹലോ ഹലോ. ആ അതെ, ഞാൻ സ്വിഗ്ഗിന്നാണേ. മനസ്സിലായി. ഓക്കെ. ഞാൻ വന്ന് കളക്ട് ചെയ്യാം. ഓക്കെ. അവിടെ ജസ്റ്റ് വെയിറ്റ് ചെയ്താൽ മതി, ഞാൻ വന്നേക്കാം. ഓക്കെ, താങ്ക് യു. ഞാൻ പറഞ്ഞിട്ട് ഈ ഫോണൊന്നും എടുക്കണ്ടെന്ന്. പിന്നെ എന്തിനാ എടുക്കുന്നതൊക്കെ? ഹലോ, ആരാണ്? റീനിയോ? റീന ഇവിടുന്നോ? ഇപ്പോഴിങ്ങോട്ട് വന്നു. ശരി മക്കളെ, വേഗമായോ, വേഗമാ. മമ്മിക്ക് കാണാൻ കൊതിയാവാ മക്കളെ, വേഗമാ. ശരി, മമ്മി ഇവിടെ കാത്തിരിക്കാം. വേഗമായോട്ടാ. ശരി. ബീനെ, നിന്റെ ചേച്ചിമാർ വരുന്നുണ്ടല്ലേ? ആര് വരുന്ന കാര്യം നിങ്ങൾ ഈ തൊള്ള പൊളിച്ചിങ്ങനെ പറയുന്നത്? നിന്റെ ചേച്ചിമാര് ബീനി. എന്താ മോളെ, നിനക്കൊരു സന്തോഷമില്ലാത്തത്? നിന്റെ ചേച്ചിമാരാണ് വരുന്നത്. ഒരു ചേച്ചിമാര്, അതിനൊക്കെ എന്താ? അവരെ സുഖിച്ച് മതിയായിട്ടുള്ള നരകല്ലേ? പിന്നെ എന്താ ഒരു സന്തോഷം അവര് വരുന്നു കേട്ടപ്പോഴത്തേനും. അതെ, ഇനി കുറച്ച് നാൾ അവരിവിടെ വന്ന് നിൽക്കട്ടെ, നിങ്ങളെ നോക്കട്ടെ. ഞാൻ എന്റെ ചേട്ടന്റെ ഒപ്പം പോവാ. അവരൊന്നും ഇവിടെ വന്ന് നിൽക്കില്ല മോളെ. അതെന്താ അവർ നിൽക്കാത്തത്? അവർക്ക് കണ്ടില്ലേ നിങ്ങളെ നോക്കാനായിട്ട്? എന്നെ മാത്രമല്ലല്ലോ, നിങ്ങളെയും അന്നങ്ങളും അവരെയും നിങ്ങളെന്നെ പ്രസവിച്ചത് അല്ലേ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഞാൻ മാത്രമല്ല നിങ്ങൾക്ക് ഒരു മകളായിട്ടുള്ളത്. അവരും നിങ്ങളുടെ മക്കൾ തന്നെയാണ്. ഇനി കുറച്ച് നാൾ അവരിവിടെ വന്ന് നിന്ന് നോക്കിയാലേ നിങ്ങൾക്കൊക്കെ എന്റെ വില മനസ്സിലാവുള്ളൂ. ഞാൻ പോവല്ലോ ചേട്ടോ, അത് ഉറപ്പിച്ച കാര്യമാണ്. എന്നെ നോക്കാൻ ഇവിടെ ആരും നിൽക്കണ്ട. ഞാൻ എങ്ങനെയെങ്കിലും ഒക്കെ ജീവിച്ചു പോക്കോളാം. പിന്നെ എന്റെ മക്കളെ കാണാത്ത ആവശ്യം അത് ആലോചിക്കുമ്പോഴാ. അത്യാവശ്യമായിട്ട് വേഗം ഇവിടെ വരാൻ തുടങ്ങി. ഞാൻ ഖത്തറിലേക്ക് എത്തിക്കുന്നു. ദീനയോട് അങ്ങോട്ട് വരാൻ പറഞ്ഞു.
മമ്മിയുടെ ഭക്ഷണത്തിന്റെ രുചി വേറെ എവിടെയെങ്കിലും കിട്ടും അല്ലെ മമ്മി? അതിനെന്താ മക്കളെ, അമ്മ ഉണ്ടാക്കി തരാലോ. അയ്യോ മീനാണ്, മീന് ചേച്ചിമാര് മതി. നീ എവിടെയായിരുന്നു? ഞാൻ അവിടെ അകത്തുണ്ടായിരുന്നു. ഞാനേ കുറച്ച് പണിത്തിരക്കിലായിരുന്നു. എത്തിയില്ലേ? യാത്രയൊക്കെ സുഖമായിരുന്നു. ആർക്കും മനസ്സിലായത് ഞാനേ ഞാൻ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ എന്നെ മെക്കെട്ട് കയറാമെന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. നിങ്ങൾക്കറിയാലോ ഇത്രയും നാളും ഞാനാണ് മമ്മീനെ നോക്കിയിരുന്നത്. ഞാൻ മടുത്തു ഈ മമ്മീനെ കൊണ്ട്. എന്തിനും ഏതിനും പരാതി മാത്രമേ ഉള്ളൂ. അത് തന്നില്ല, ഇത് കിട്ടിയില്ല. എന്തിനാണ് ഞാൻ മാത്രം ഇതൊക്കെ സഹിക്കുന്നത്? ഇനി കുറച്ച് നാള് നിങ്ങൾ ഇവിടെ വന്ന് നിന്ന് മമ്മീനെ നോക്കുക. അപ്പോഴേ നിങ്ങൾക്ക് അതൊക്കെ മനസ്സിലാവുള്ളൂ. സഹിക്കുന്നതിന് ഒരതിരുണ്ടല്ലോ. അപ്പൊ പിന്നെ അമ്മ അതിനൊരു വഴിയുണ്ട്. നമുക്ക് അമ്മയൊക്കെ ഓരോന്നിനും അറിയാലോ. അയ്യോ, അത് വേണോ? പിന്നെ നീ നോക്കാനാ എനിക്ക് ആലോചിക്കാനേ വയ്യ. അപ്പൊ നിനക്ക് അത് പറ്റില്ല, ഞാൻ ഉപേക്ഷിക്കാനും പറ്റില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യണം? നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം. അത് മാത്രമേ മാറുള്ളൂ. കേട്ടല്ലോ? മമ്മി, നമ്മളെല്ലാവരും ഇവിടെ സന്തോഷത്തിലിരിക്കാനാണ് മമ്മി. നമുക്ക് 2 ദിവസം ഒരു ഔട്ടിങ് പോയാലോ? ശരിയാണോ? നല്ല ഐഡിയ ആണ് ചേച്ചിയത്. മമ്മിക്ക് എന്താണ് സന്തോഷമില്ലാത്ത? കുറച്ച് ദിവസം ഒന്ന് മാറി നിൽക്കുക, ഒരു മനസ്സുഖം അല്ലേടി? അത് ശരിയാ. നമുക്ക് 2 ദിവസം ഒന്ന് അടിച്ചു പൊളിക്കാല്ലേ ചേച്ചി? വാ മമ്മി, നമുക്ക് ആദ്യം ഭക്ഷണം കഴിക്കാം. എന്നിട്ടാവാം നമുക്ക് പാക്കിങ്ങോ. മമ്മി, 2 ദിവസത്തെ യാത്രയാണ്. കുറച്ച് ഡ്രസ്സും കൂടി പാക്ക് ചെയ്തോളൂ. ഭക്ഷണം കഴിച്ചിട്ട് പോകാം. ശരി. അടിച്ചു വാങ്ങി കഴിഞ്ഞാലേ മോളെ പുറത്ത് പോയി അവിടെയുള്ള എല്ലാം ബാക്കി എല്ലാവരും എത്തിയില്ലേ? സിൻസി, ഡെയ്സി, എല്ലാവരും എത്തിയില്ലേ? എന്താ ടീച്ചറും മക്കളെല്ലാവരും കൂടി ഇങ്ങോട്ട് എന്നെ വിളിച്ചെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നില്ലേ? ഞാൻ ഈ ഓൾഡേജ് ഹോം ഒന്ന് വിളിച്ചു വന്നതാ. പിന്നെ നിന്നെ കണ്ടിട്ട് കുറച്ച് നാളായി. കുറച്ച് നാൾ ഇവിടെ 1-2 മണിക്കാലോ. നിനക്ക് വല്ല വിരോധമുണ്ടോ? എന്റെ സമയം അത്ര നല്ലതല്ലെന്നാ തോന്നുന്നത്. ഞാൻ അകത്ത് പോയി മറ്റുള്ളവരെയും കൂടി കണ്ടിട്ട് വരാം. ഒന്ന് കണ്ടിട്ട് പോയ കുറെ നാളായില്ലേ? അല്ല മക്കളെ, നിങ്ങൾ എന്ത് പറഞ്ഞാണ് അമ്മയെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? എന്നെ പ്രേരിപ്പിച്ചു. ഞങ്ങൾക്ക് മമ്മിയെ നോക്കാനാണ് സമയം. എത്ര നാളായി മമ്മീനെ പോകും? അവർക്ക് സാബുവിന്റെ കൂടെ പോയി ജീവിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ലേ? മമ്മിയെ ഇവിടെ നോക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിട്ടൊന്നുമില്ല. പിന്നെ എന്ത് ചെയ്യാനാ? നിങ്ങൾക്കങ്ങ് കൊണ്ടുപോയി കൂടെ? ആ അമ്മ എത്ര കഷ്ടപ്പെട്ട് വളർത്തിയതാ. അതൊക്കെ എല്ലാ അമ്മമാരും കഷ്ടപ്പെട്ട് തന്നെയാ മക്കളെ വളർത്തുന്നത്. അപ്പോൾ എന്താ ഒരു പ്രത്യേകത? അപ്പൊ മക്കൾക്കൊരു കടമയില്ലേ? എല്ലാ
എന്താ രണ്ട് കൊമ്പുണ്ടോ? അല്ല ഉണ്ട്. കൊമ്പ് മാത്രല്ല, ഒരു വാലുണ്ട്. നിർത്ത്. അവൾക്ക് അറിവ് ഇത്തിരി കൂടിപ്പോയി. അതിന്റെ കുഴപ്പം. ആ കാവണ്ടി ഇവരുടെ പെൻഷൻ കിട്ടിയാലേ ഒക്കെ വാങ്ങി വെക്കും. എന്നിട്ട് നല്ല വസ്ത്രവും നല്ല ആഹാരവും കൊടുക്കില്ലേ? ചേച്ചി അവിടെ അനാവശ്യം പറയുന്നില്ല. മക്കളെ, നിങ്ങൾക്കറിയില്ല നിങ്ങളുടെ അമ്മമാർ ആരാണെന്ന്. നിങ്ങളെ ഓരോരുത്തരെയും എടുത്തു വളർത്തിയതാ. എന്താ ചേച്ചി ഇമാറി നുണയൊക്കെ പറയുന്നേ? മാത്രം നിങ്ങളുടെ മമ്മിയല്ലേ മാത്രം പറയരുത്. അമ്മയല്ല മക്കളെ, അമ്മയല്ല. വിശ്വസിച്ചാൽ മതിയാവും. കാരണം ആ ടീച്ചർ വിവാഹം കഴിച്ചിട്ടില്ല. ടീച്ചർ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. പക്ഷേ വിവാഹത്തലേന്ന് ടീച്ചറുടെ ഹസ്ബൻഡ് ഒരു ആക്സിഡന്റ് മരിച്ചു. പിന്നെ ടീച്ചർ വിവാഹമേ വേണ്ടെന്ന് വെച്ചു. അങ്ങനെ ശബ്ദം ചെയ്തിരിക്കുന്ന സമയത്താണ് ഈ വിൻസെന്റ് പോൾ സംഘടനയിൽ ടീച്ചർ വന്നു ചേർന്നത്, അവിടെ പ്രവർത്തിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് റീനെ, മോളെ, നിന്നെ ആ ടീച്ചർ കണ്ടത്, നിന്നെ കൂട്ടിക്കൊണ്ടുപോയി. അന്ന് മുതൽ റീനയുടെ അമ്മ ആ ടീച്ചറായി. ടീച്ചർക്ക് ഒരു മകൾ റീനയാണ്. അതുപോലെ തന്നെയാണ് മക്കളെ നിങ്ങൾ ഓരോരുത്തരെയും എടുത്തു വളർത്തിയിട്ട് മക്കളെ പോലെയല്ല, മക്കളായിട്ട് തന്നെ. എന്റെ മക്കളെ വിഷമിപ്പിക്കാതെ. ഇല്ല, ഞാൻ വിഷമിപ്പിച്ചിട്ടില്ല. കാര്യം മാത്രം പറഞ്ഞപ്പോൾ എന്റെ മക്കൾ വിഷമിക്കാതെ. എന്റെ മക്കൾ വിഷമിക്കരുത്. ഇതൊന്നും ഞങ്ങൾക്ക് അറിയില്ല. മക്കളെ, നിങ്ങൾക്കെപ്പോഴും നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തോടൊപ്പം സന്തോഷത്തോടും സമാധാനത്തോടും ജീവിക്കും. ഈ മമ്മിയെ നിങ്ങൾ മറന്നേക്ക് മക്കളെ. ഞങ്ങളുടെ മകളൊക്കെ ഞാൻ എൻ്റെ മമ്മിയെ യൂകെയിലേക്ക് കൊണ്ടുപോവുകയാണ്. നല്ലത്. ഇല്ല മക്കളെ, ഞാൻ ഈ പോന്നൂര് വിട്ടോ, ഈ ദേവാലയം വിട്ടോ, ഈ വിൻസെന്റ് പോൾ സംഘടന വിട്ടോ, ഞാൻ എങ്ങും വരുന്നില്ല. ഞാൻ ഈ സംഘടനയിൽ ചേർന്നതിൽ പിന്നെയാ മറ്റുള്ളവരെ സഹായിക്കാമെന്ന ആഗ്രഹം തന്നെ ഉണ്ടായത്. അപ്പോഴാ നിങ്ങളെ കണ്ടുമുട്ടിയതും നിങ്ങളെ എടുത്തു വളർത്തിയതും. അപ്പോൾ നിങ്ങളെ എനിക്ക് മക്കളാകുമല്ലോ. ഞാൻ നിങ്ങളുടെ മമ്മിയാണെന്ന് വിശ്വസിച്ചു പോയി മക്കളെ. ഞാനൊരു കാര്യം തീരുമാനിച്ചു. ഞാൻ എന്റെ ചേട്ടന്റെ ഒപ്പം പോകുന്നില്ല. ചേച്ചിമാരെ അവരുടെ ജോലി സ്ഥലത്തേക്ക് പോയി പോകട്ടെ. അവർക്ക് എന്ത് വേണമെങ്കിലും നമ്മൾ മമ്മിയെ കാണാനോ. ഞാൻ എന്റെ മമ്മിയെ തനിച്ചാക്കി ഒന്നും പോകുന്നില്ല. നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം മമ്മി. നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം. എല്ലാവരും നല്ല സന്തോഷത്തോടെ നിൽക്ക്. നിങ്ങളുടെ മമ്മിയെ നിങ്ങൾക്ക് കിട്ടിയല്ലോ. ഇത് തന്നെയാണ് മക്കളെ നല്ല തീരുമാനം. സന്തോഷത്തോടെ എല്ലാവരും കൂടെയായിരിക്കും. കുടുംബം ഇമ്പമുള്ളതാണല്ലോ കുടുംബം. എല്ലാ മക്കളും മാതാപിതാക്കളെ നന്നായി നോക്കണം. ആരും ഓൾഡേജ് ഹോമിലോ വൃദ്ധസദനത്തിലോ വേറെ എത്രയിലോ കൊണ്ടാക്കരുത് മക്കളെ. മാതാപിതാക്കളെ നോക്കണം. ഞങ്ങളെല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. നിനക്കറിയാലോ, എന്നാ നിനക്ക് പറയാനേ മമ്മിയുടെ വിശേഷങ്ങളൊക്കെ. ഇന്നാ എനിക്ക് മനസ്സിലായത് ഞാൻ പറഞ്ഞതും ചിന്തിച്ചതും പ്രവർത്തിച്ചതും എല്ലാം തെറ്റായിരുന്നു. ചേച്ചി എനിക്കതെല്ലാം ബോധ്യമാക്കി. എല്ലാവരും വളരെ സന്തോഷം.
നമുക്ക് ദൈവത്തോട്